കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സഖീലതാനി ഫിൽ മീസാൻ. നാളെ തുലാസിൽ കണ്ടുന്ന രണ്ട് വാക്കുകളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രണ്ട് വാക്കുകൾ. നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത്, നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. നാളെ തുലാസിൽ നല്ല ഖനം തോന്നും. അല്ലാഹുവിന് ഇഷ്ടവുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഒരു ഹദീസാണത്. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥം അവസാനിപ്പിച്ചത് ഈ ഹദീസിലൂടെയാണ്. ഇതാണ് ബുഖാരിയുടെ അവസാനത്തെ ഹദീസ്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. അങ്ങനത്തെ രണ്ട് വാക്കുകളുണ്ട് പതിവാക്കേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അറിഞ്ഞേടം മുതൽ നമ്മുടെ ചര്യയാക്കുക. നാവിലൂടെ ഏതെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടുന്നതൊക്കെ മാറ്റിവെച്ച് ദിക്റുകളും ദുആകളും നാവിലൂടെ വരുന്നവസ്ഥയായാൽ എന്തൊരു മനോഹരം, എന്തൊരു കൂലിയായിരിക്കും, എന്തൊരു പ്രതിഫലായിരിക്കും. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കൈകാലുകൾക്ക്, നിങ്ങളുടെ കലിപ്പുകൾക്ക്, നിങ്ങളുടെ സന്ധികൾക്ക് 360ഓളം ചെറുതും വലുതുമായ പേശികളെ കൊണ്ടും എല്ലുകൊണ്ടും ഉണ്ടാക്കിയ 360ഓളം സന്ധികൾ, ജോയിന്റുകൾ മനുഷ്യ ശരീരത്തിലുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെടുന്ന ഭാഗമാണിത്. ഒരു സ്കാനിംഗ് മെഷീനറി ഇല്ലാതെ, ഒരു എക്സ്റേ ചെയ്യാൻ പറ്റുന്ന കാലം സംവിധാനങ്ങളില്ലാതെ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു വെച്ച നാഡീനരമ്പുകളും നമ്മുടെ എല്ലിന്റെ ജോയിന്റുകളും അതുപോലെ പേശിയുടെ ജോയിന്റുകളും ഇത് മുഴുവനായി നോക്കിയാൽ 360 എന്ന എണ്ണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നിങ്ങൾ 360 രൂപയിൽ 360 ദീനാറോ ദിർഹമോ എങ്കിൽ നിങ്ങൾ സദഖ ചെയ്തേ പറ്റൂ. എന്തിനാണെന്നറിയോ? ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കണില്ലേ ഊരവേദന, കാലുമുട്ടിന് വേദന, കൈമുട്ടിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജോയിന്റുകൾക്ക് അല്ലാഹുവിന് നിങ്ങൾ ടാക്സ് കൊടുക്കണേ. ഇത് ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, പൊന്നാഹി നബിയെ, ഒരു ദിവസമൊക്കെ 360 ദിർഹം എവിടുന്ന ഞങ്ങൾ കിട്ടുക? എങ്ങനെ നബി 360 ദിർഹമൊക്കെ? അത് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ 2 റക്അത്ത് നിങ്ങൾക്ക് ദുഹാ നിസ്കരിക്കാമല്ലോ. 2 റക്അത്ത് ദുഹാ. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹർ നിസ്കാരം നടക്കുന്നതിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ, അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മിനിമം 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ 360 സദഖ ചെയ്യുന്നതിന്റെ തുല്യമാണെന്നും നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തന്ന ജോയിന്റുകൾക്ക് സംരക്ഷണം കിട്ടാനും അല്ലാഹു കാവല് തരാനും റബ്ബിന് ശുക്ർ ചെയ്യാനും ആ 2 റക്അത്തുകൾ നിങ്ങൾ നിർവഹിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മൾ എത്ര പേർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ജോയിന്റുകൾക്കുള്ള ടാക്സാണ്. അത് കൊടുത്താൽ പിന്നെ ഒരു കുഴപ്പം വരില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ രോഗം ശുദ്ധിയാക്കി തരട്ടെ, വേദന തരട്ടെ. ശരീരത്തിന് വേദന കൊണ്ട് വിഷമിക്കുന്ന ജോയിന്റുകൾക്ക് വേദന കൊണ്ട് ഉരവേദനയും കാലുവേദനയും കിടക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ബാബുകൾക്കൊക്കെ ശിക്ഷ കൊടുക്കട്ടെ. ഇരുന്നു കൊണ്ടെങ്കിലും 2 റക്അത്ത് ദുഹാ ഇന്ന നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബിതങ്ങൾ എന്തൊക്കെ പറഞ്ഞു അത് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിയുന്നു. കൈകളിൽ മുറിവ് വന്ന് കൈകളിൽ ആകമാനം മുറിവ് വന്ന് നീര് വന്ന് വീർത്തിരിക്കുന്നു. മുത്തുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാണ്, നബിയുടെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ അസ്സഹറാ ബിൻത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ കൈയാണ് ഗ്രൈൻഡറിന്റെ കല്ല് വർക്ക് ചെയ്തിട്ട് കൈകളിൽ മിസ്റ്റർ വന്നത്, മുറിവ് വന്നിരിക്കുന്നത്.
പാപ്പയോട് നിന്ന് ചോദിച്ചു, ഹുനൈൻ യുദ്ധം കഴിഞ്ഞിരിക്കുന്നതല്ലേ, ഒരുപാട് അടിമസ്ത്രീകളും അടിമകളും ഉണ്ടല്ലോ. എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കുടുംബങ്ങൾക്ക് വെള്ളം കോരി ഒഴിച്ച് അവരുടെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഊരയ്ക്ക് വേദനയാണ്, എന്റെ കയ്യും ഇങ്ങനെ അനുഭവേ. വീട്ടിലെ സഹായത്തിന് ഒരു വേലക്കാരിയെ, ഒരടിമപ്പെണ്ണിനെ, അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് തന്ന സ്വത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എന്റെ വീടിന്റെ ജോലിക്ക് വരുമോ? ആര് ചോദിച്ചു? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇപ്പോഴേ വയ്യാതായപ്പോ, പ്രയാസം വന്നപ്പോ ഹബീബായ നിബിതങ്ങൾ ഹുദിയാഫയെയും പൊന്നുമോളെയും അരികത്തിരുത്തി അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രശ്നമുണ്ടാ? ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? വണ്ടിമാർ ശ്രദ്ധിക്കും. ഇല്ലല്ല, ആർക്കും അസുഖമായതാണോ? മെസ്സേജ് ഇവിടെ തരി ഇൻഷാ അല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും തോളിൽ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, അലാ ഉഖ്ബിറുകുമാ ബിഅഫ്ളല മിമ്മാ സഅൽതുമാ, നിങ്ങൾ രണ്ടുപേരും ചോദിച്ചതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതിലേക്ക് നമ്മൾ വോളണ്ടിയർമാർ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കും. ഏറ്റവും ഖൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? നിങ്ങൾ ചോദിച്ച വേലക്കാരി പെണ്ണിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു വിധങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇദാ സൈതുമാ മർജിഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നാൽ, ബെഡിലേക്ക് ചെന്നാൽ, ഫസബ്ബിഹാ സലാസൻ വസലാസീൻ, ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനത്തെ, 33 തവണ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വൽഹംദുലില്ലാഹി സലാസൻ വസലാസീൻ, 33 തവണ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹി 33. പിന്നെ അല്ലാഹു അക്ബർ പറയണം. 34 തവണ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇത് ചൊല്ലിക്കടന്നാൽ നിങ്ങൾക്കൊരു വേലക്കാരി വീട്ടിലുണ്ടായി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനേക്കാളും വലിയ ആശ്വാസം ഈ ദിക്റുകൾ കാരണം ലഭിക്കുമെന്ന് മുസ്ലിം പറഞ്ഞു കൊടുക്കുകയേ വേണ്ടൂ. റളീതു ബില്ലാഹി വബിറസൂലിഹി വബിദീനിഹി, അല്ലാഹുവിന്റെ ദീനിലും റസൂലിലും അല്ലാഹുവിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു. 10 മണികളും പറയാണ്, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോയ കാലമുണ്ടായിട്ടില്ല, ഞങ്ങൾ പിന്നെ മറന്നിട്ടില്ല ഈ ദിക്ർ ചൊല്ലാൻ. കടന്നുറങ്ങുമ്പോ എത്ര ക്ഷീണമാണെങ്കിലും ഈ ദിക്റുകൾ ചൊല്ലിക്കടന്നാൽ പിന്നെ ക്ഷീണം മാറാറുണ്ട്. ജീവിതത്തിന്റെ ഭാഗമാക്കി, ഇതാണ് വിഷയം. അപ്പൊ ആളുകൾ ചോദിച്ചു, യുദ്ധം നടക്കുന്ന കാലത്തും നിങ്ങൾ ചൊല്ലിയോ അലി എന്നവരെ? യുദ്ധം നടക്കുമ്പോഴും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല ഇത് ചൊല്ലാനെന്ന് പരിശുദ്ധ അലി റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സുന്നത്ത് വിട്ടുപോയിട്ടില്ല. ജീവിതത്തിന്റെ ഭാഗമാക്കി. ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ എന്തൊക്കെയാണോ അനുഗ്രഹങ്ങൾ ചെയ്യാൻ പറഞ്ഞത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗമാക്കുമ്പോൾ, ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാതൃകയുള്ളവരായി മാറാൻ കഴിയുന്ന അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.